ഉത്സവാന്തരീക്ഷത്തിൽ ഐലം പാലത്തിന്റെ ഉദ്ഘാടനം. ഐലം പാലം ഗതാഗതത്തിനായി തുറന്നു. ഐലത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജി സുധാകരൻ പാലവും അനുബന്ധ റോഡും ഉദ്ഘാടനം ചെയ്തു. വികസന വിഷയത്തിൽ രാഷ്ട്രീയമില്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യത്തിൽ കേന്ദ്രം കേരളത്തോട് നല്ല സമീപനമാണ് പുലർത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാട് മുഴുവൻ, കേരളം മൊത്തം വലിയ വികസനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2.5 വർഷക്കാലം, അടുത്ത മെയിലാണ് 3 വർഷം. ഈ 2 വർഷം കൊണ്ട് കേരളത്തെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിച്ചു ആരംഭിച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു റിവ്യൂ 3 മണി മുതൽ ഉണ്ടായിരുന്ന കാര്യം ഞാൻ പറയുകയുണ്ട്. അവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ 3 ബഡ്ജറ്റുകൾ ഐസക് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ തോതുകൾ കൂടാതെ വലിയ തരത്തിലുള്ള പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വലിയ പൈസ വേണ്ടത് 400 കോടി രൂപ വരെ അടക്കമുള്ള പദ്ധതികളായിട്ടുണ്ട്. അതിന് വെളിയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം വായ്പ എടുത്താണ് അതെല്ലാം നിർമ്മിക്കുന്നത്. അത് ബഡ്ജറ്റ് പണം കൊണ്ടല്ല. ബഡ്ജറ്റ് പണം കൊണ്ട് ചെറിയ ചെറിയ ഇടത്തരം വർക്കുകളെ നടക്കും. അത് പുറമേയാണ്. അങ്ങനെ 43,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ അനുവദിച്ചിരിക്കുകയാണ്. കിംഫി എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിന് അടിസ്ഥാന വികസന ഫണ്ട് വഴി ബഡ്ജറ്റ് പണം വേറെ. ആ 43,000 കോടി രൂപയുടെ പാലങ്ങളും റോഡുകളും സർക്കാർ കെട്ടിടങ്ങളും ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകളും സ്കൂളുകളും ആശുപത്രികളും രജിസ്ട്രേഷൻ ഓഫീസുകളും മിനി സിവിൽ സ്റ്റേഷനുകളും അങ്ങനെ പലതരത്തിലുള്ള സർക്കാർ പ്രോജക്റ്റ് അതെല്ലാം ഈ സംസ്ഥാനത്ത് നടപ്പിലായി വരികയാണ്. 2.5 വർഷം കൊണ്ടാണ്. പുറമെ ബഡ്ജറ്റ് വഴിയുള്ള പ്രവർത്തനങ്ങൾ.
ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി സത്യൻ MLA, മുൻ MLA N രാജൻ, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുഭാഷ്, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈജുദേവ്, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS വിജയകുമാരി, പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിഷ്ണു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS രാധാദേവി, D സ്മിത എന്നിവർ പങ്കെടുത്തു. മധുര പലഹാരങ്ങളും പായസവും വിതരണം ചെയ്ത് നാട്ടുകാർ ഉദ്ഘാടനത്തിന് ഉത്സവ ഛായ പകർന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.